എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ആയിരുന്നു എൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ. ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോണേന്ന്. അതായത് ആദ്യമായിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത്. നമ്മൾ സ്റ്റാർട്ടിങ് തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ട കുറച്ച് സാധനങ്ങളാണിത്. എല്ലാം കൂടി വാങ്ങിക്കാൻ ചിലവർക്ക് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ പരിചയപ്പെടുത്തണുള്ളൂ കേട്ടോ. പിന്നെ തയ്യൽ ഓക്കെ ആയി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ടത് ഞാൻ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളാണിത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് വൺ വരുന്നത് ചോക്കാണ്. ചോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒടിഞ്ഞു പോകട്ടെ, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന ചോക്കാണ് എപ്പോഴും നല്ലത്. നമുക്കത് പെട്ടെന്ന് തുണിയിൽ മാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് മണ്ണ് മിക്സ് ചെയ്ത സംഭവമാണ് ഈ ചോക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ മണ്ണ് മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് നമുക്ക് തുണിയിൽ വരക്കുമ്പോൾ ചിലവർക്ക് അത് പറ്റൂല. പല്ലിനൊക്കെ ഒരു പുളിപ്പുള്ളവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഇറിറ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഒടിഞ്ഞു പോണ ചോക്കുകളാണ് എപ്പോഴും നല്ലത്. പിന്നെ വേറെ ചോക്കുകളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ ഞാൻ 1 by 1 ആയിട്ട് ഓരോ ക്ലാസ്സിലായിട്ട് നിങ്ങൾക്ക് പഠിച്ചൊക്കെ കഴിയുമ്പോൾ ഫുള്ള് പഠിച്ചു കഴിയില്ല, ഇടയിൽ അത്യാവശ്യം വരും. അപ്പോൾ അതനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഈ ചോക്ക് ഉപയോഗിക്കുന്നത് തുണിയിൽ മാർക്ക് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ കട്ടിങ് ലൈന് മെഷർമെൻ്റൊക്കെ അടയാളപ്പെടുത്താനായിട്ടൊക്കെ ഇത് നല്ല ഉപകാരപ്രദമാണിത്. പിന്നുള്ളത് നമ്മുടെ ഇതാണ് വിരലിലിടൂല്ലേ നമ്മളെ ഹെമ്മിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ സൂചി കുത്തി ഒരു അടയാളം വരും. അത് വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തുന്നുന്നവർക്ക് നല്ല എളുപ്പമായിരിക്കും ഇത് ഹാൻഡ് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് അതായത് എംബ്രോയ്ഡറി അതൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും കേട്ടോ. പിന്നെ ഇത് ഉക്സാണ്. ഉക്സ് പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും. ഇത് ബിഗിനേഴ്സിനായിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സാധാരണ തയ്യൽ അറിയാവുന്നവർക്ക് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇറിറ്റേറ്റ് എടുക്കും. ഇത് ഒട്ടും അറിയാൻ പാടില്ലാത്തവർക്ക്, ഇത് ബ്ലൗസിന് ചുരിദാറിൻ്റെ മുകൾ ഭാഗത്ത് സിബ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നെയ്റ്റിക്ക്, അപ്പോൾ അതിലൊക്കെ ഹുക്ക് പിടിപ്പിക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ട് ഉപയോഗിക്കും കേട്ടോ. ഇത് സ്കേർട്ടിന് പിടിപ്പിക്കുന്ന ഹുക്സാണ് കേട്ടോ. പിന്നെ അത് കൊളുത്താനുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ പലപ്പോഴായിട്ട് മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണെന്ന് മാത്രം, അത്രയും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ. പിന്നെ സൂചിയാണ്. സൂചി പലതരം സൂചികളുണ്ട് കേട്ടോ. പലതരം എന്ന് വെച്ചാൽ പല വെറൈറ്റി സൂചികളുണ്ട്. പക്ഷേ ഇവിടെ ഹെമ്മിങ് സൂചി എന്ന് പറയുമ്പോൾ എല്ലാവരും കൊണ്ടുവന്നത് വളരെ നീളമുള്ള സൂചിയാണ്. ഹെമ്മിങ് സൂചി എന്ന് പറയുമ്പോൾ വളരെ ചെറുതായിരിക്കും. ഇത് നോക്കിക്കേ, ഇത്രേ ഉണ്ടാവുള്ളൂ ഹെമ്മിങ് സൂചി. ഇതിൽ ചെയ്യുമ്പോഴേ ഹെമ്മിങ് നല്ല കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഞാനിത് സൂചിയൊക്കെ പ്രത്യേകം എടുത്ത് കാണിക്കുന്നത്. അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സൈസ് കണ്ട 10 എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് അതനുസരിച്ച് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ സൈസ് ഏറ്റവും ചെറുതാണെന്ന് തോന്നുന്നു 10. പിന്നെ നേരിയ സൂചിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ബീറ്റ് സൂചിയാണ്. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. പിന്നെ ബട്ടണാണിത്, പ്രസ് ബട്ടണാണ്. സ്നാപ്പ് ബട്ടൺ എന്നും പറയും കേട്ടോ ഇതിനാ. ഷർട്ട്, കുർത്തി, പിന്നെ കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ ഇല്ലേ അതിലൊക്കെ വെക്കാനായിട്ട്. പിന്നെ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ഇത് ഓപ്പൺ ചെയ്തെടുക്കാൻ വളരെ സുഖമാണ്. അതുകൊണ്ടാണ് കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ പിന്നെ ഫർദയുടെ നെക്ക് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രസ് ബട്ടൺ യൂസ് ചെയ്യും കേട്ടോ. ഇത് വളരെ ഉപകാരപ്രദമുള്ള ഒരു സംഭവമാണ്. പിന്നെ അടുത്തത് നൂല്. അത്യാവശ്യം വേണ്ട സാധനമാണ് നൂലില്ലാതെ നമുക്ക് ഒന്നും നടക്കൂല. നൂലിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഡേറ്റ് ഉണ്ടല്ലോ, ഡേറ്റ് ശ്രദ്ധിക്കണം മേടിക്കുമ്പോൾ. ഇതിപ്പോൾ 2025 നൂലാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒന്ന് നിങ്ങൾ നൂലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും നൂലിൽ ഡേറ്റ് ഉണ്ടോ എന്ന്. മെയിനായിട്ട് മേടിക്കേണ്ടത് വർദ്ധമനാണ് കേട്ടോ. ഞാൻ മിക്ക നൂലും ഉപയോഗിക്കുന്നത് വർദ്ധമനാകുമ്പോൾ നമുക്ക് തയ്യൽ മെഷീനിലിടുമ്പോൾ പൊട്ടിപ്പോവുകയോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ചിലവർക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഒരു ബോറടി ഉണ്ടാവുക ഒന്നുമല്ല, നൂലിങ്ങനെ ഇട്ടിട്ട് പൊട്ടിപ്പോകും. അപ്പോൾ തന്നെ അവർക്ക് എഴുന്നേറ്റ് പോകാൻ തോന്നും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് വർദ്ധമൻ യൂസ് ചെയ്യുന്നത്. വർദ്ധമൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാമർ പോളിയും നല്ല നൂല് തന്നെയാണ്. പക്ഷെ കൂടുതൽ എനിക്കിഷ്ടം വർദ്ധമനാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്, വർദ്ധമൻ തന്നെ യൂസ് ചെയ്താൽ മതിയെന്ന്. പിന്നെ അടുത്തത് നമുക്ക് ഇതാണ്. ഇത് എല്ലാവർക്കും അറിയാം. ഞാൻ പറഞ്ഞില്ലേ ബിഗിനേഴ്സിനാണിത്.
ഇത് നൂല് സൂചിയിൽ കോർക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ചിലർക്ക് കണ്ണിനൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് കോർക്കണത്, നൂലിങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ സൂചിയിൽ കുത്തി കുത്തി അതും ഒരു ബോറടിയാണ്. അപ്പോൾ ഇതുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് കോർക്കാം. പക്ഷെ ഇതിൻ്റെ തന്നെ വേറെ വേർഷൻ ഉണ്ട്, പല ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്, പല ടൈപ്പ് മെത്തേഡ് ഉണ്ട്, പല ടൈപ്പ് സാധനങ്ങളുണ്ട്. അപ്പം അതും വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വാങ്ങിക്കാം കേട്ടോ. അടുത്തത് കാൽക്കുലേറ്ററാണ്. മെയിൻ അത്യാവശ്യം വേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ അത് കാൽക്കുലേറ്റർ തന്നെ കേട്ടോ. ചിലവർ പറയും ഞാൻ മൈൻഡിൽ സെറ്റാക്കുമെന്ന്, പക്ഷെ ഇല്ല. കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്കുകൾ ഓക്കെ ആക്കാൻ പറ്റും. നമ്മൾ മൈൻഡിൽ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെ ആവില്ല. ആദ്യമേ തന്നെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ, പിന്നീട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. കാരണം ഒരുപാട് മെഷർ ഉണ്ടാവും നമുക്ക് ചെയ്യാൻ. ആ മെഷർ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്യൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ വേണ്ടത് ബുക്ക്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും വളരെ എളുപ്പമാണ്. തയ്ച്ച് ഓരോ കണക്കുകളും നിങ്ങൾക്ക് പിന്നീട് വീട്ടിൽ തയ്യൽ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഈ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണും ഇതാക്കിയിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളെ മൈൻഡിൽ സെറ്റാകുകയും ചെയ്യും. പിന്നെ വേണ്ടത് അത്യാവശ്യം ഏറ്റവും ആദ്യം വേണ്ട സാധനമാണ് കേട്ടോ ഇത് നമ്മുടെ ടേപ്പാണ്. മെഷർ, അളവ് അളക്കാൻ, മെഷർ ചെയ്യാനായിട്ടും അളവ് അളക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ്. അപ്പോൾ ഇത് വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ തളർന്നത് വേണം മേടിക്കാനായിട്ട്. ഇപ്പോൾ ചിലതൊക്കെ നല്ല വടി പോലെ നിൽക്കും. ടേപ്പുകൾ ഒരു 2-3 ഉണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ആവില്ല എന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് പറയും, ഒരു ടേപ്പ് എടുത്ത് കുറച്ച് കഴിയുമ്പോൾ അടുത്ത ടേപ്പ് കാണില്ല. അപ്പോൾ ടേപ്പ് കാണൂല. അപ്പോൾ നമ്മൾ ഇതൊരു സ്ഥലത്ത് ഒരു ആണിയില എവിടെയെങ്കിലും കൊളുത്തി ഇടുകയാണെങ്കിൽ ഒരു 3-4 ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ചില ടൈമിൽ തയ്യൽ നമുക്ക് ഇത് കണ്ടല്ല ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ടേപ്പ് ഉണ്ടാവില്ല, ചിലപ്പോൾ ചോക്ക് ഉണ്ടാവില്ല, അങ്ങനത്തെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ പ്രധാനം ടേപ്പില്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് അതാണ് വേണ്ടത്. പിന്നെ സെക്കൻഡ് വണ്ണാണ് ഈ കത്രിക നമുക്ക് നല്ല പോയിന്റഡ് ആയിട്ടുള്ള കത്രിക തന്നെ വാങ്ങിക്കണം കേട്ടോ. കാരണം ഈ പോയിന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുണി ഇങ്ങനെ കോരി എടുത്ത് വെട്ടാൻ പറ്റുള്ളൂ. തുണി വെട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈവെക്കാൻ പാടുള്ളൂ. ചിലവരെന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ പൊക്കി പിടിച്ച് നിൽക്കും, അപ്പോൾ കറക്റ്റായിട്ട് വെട്ടാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബിഗിനേഴ്സ് അല്ലാത്തവർക്കല്ല, ബിഗിനേഴ്സിന് വേണ്ടി അടിസ്ഥാനമായിട്ട് തയ്യലിന് വേണ്ട സാധനങ്ങളാണ്, പ്രധാനമായിട്ടും വേണ്ട സാധനങ്ങളാണ് കേട്ടോ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. മെഷീനിലല്ല കേട്ടോ, ആദ്യം ഹെമ്മിങ്ങും അതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മെഷീൻ ഇല്ലയെന്ന് പറഞ്ഞ് വിഷമിക്കുകയും വേണ്ട. പണ്ടത്തെ ആൾക്കാരൊക്കെ മെഷീൻ ഇല്ലാതെ തന്നെയാണ് സ്റ്റിച്ചിങ് ചെയ്തേക്കണം. പിന്നീടാണ് കാലക്രമേണ കൈകൊണ്ട് കറക്കണത് വന്നത്, പിന്നെ അത് ചവിട്ടണതായി, പിന്നെ മോട്ടറായി. അപ്പോൾ മെഷീൻ ഇല്ലെങ്കിലും നമുക്ക് തയ്യൽ പഠിക്കാം. അപ്പോൾ അത് ഓർത്ത് ആരും വിഷമിക്കാൻ നിൽക്കണ്ട, നമുക്ക് തുന്നിക്കൊണ്ട് തന്നെ നല്ല നല്ല ഉടുപ്പുകളൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ നാളെ രാത്രി 9 മണിക്കാണ് കേട്ടോ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് സ്കേർട്ടിന് പിടിപ്പിക്കുന്ന ഉക്സാണ് കേട്ടോ. പിന്നെ അത് കൊളുത്താനുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ പേരൊക്കെ ഞാൻ പലപ്പോഴായിട്ട് മറന്നു പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങളാണെന്ന് മാത്രം, അത്രയും ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നുള്ളൂ.